ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം തുടരുന്നു. ആശുപത്രിയിൽ വെച്ച് പ്രതി സന്ദീപ് തന്നെയും ആക്രമിച്ചതായി രണ്ടാം സാക്ഷി കോടതിയിൽ. പ്രതിയുടെ സമീപവാസിയായ ബിനുവാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ മൊഴി നൽകിയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ പ്രതി തന്നെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കേസിലെ രണ്ടാം സാക്ഷിയും പ്രതിയുടെ അയൽവാസിയുമായ ബിനുവിന്റെ മൊഴി. ആശുപത്രിയിലേക്ക് സന്ദീപിനെ കൊണ്ടുപോകുമ്പോൾ താനും പ്രതിയുടെ ബന്ധുവായ രാജേന്ദ്രൻ പിള്ളയും ഒപ്പമുണ്ടായിരുന്നു. ആശുപത്രിയിൽ വെച്ച് മൂർച്ചയേറിയ കത്രിക ഉപയോഗിച്ച് കുത്താൻ ശ്രമിച്ചതായും സാക്ഷി വിസ്താരത്തിനിടെ ബിനു പറഞ്ഞു. പ്രതിയെയും പ്രതിയുടെ വസ്ത്രങ്ങൾ, മൊബൈൽ ഫോൺ, കുത്താനുപയോഗിച്ച കത്രിക എന്നിവയും തിരിച്ചറിഞ്ഞു. സംഭവ സമയത്ത് പൂയപ്പള്ളി സ്റ്റേഷനിൽ ഹോംഗാർഡായി ജോലി ചെയ്തിരുന്ന അലക്സ് കുട്ടിയെ മൂന്നാം സാക്ഷിയായി കോടതിയിൽ വിസ്തരിച്ചു. വിസ്താരം ഇന്നും തുടരും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ 2023 മെയ് 10 ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. പ്രതിയായ സന്ദീപിന്റെ മാനസിക നിലയിൽ തകരാറില്ലെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങിയത്. ഡോക്ടർ വന്ദനാദാസിനൊപ്പം ജോലി ചെയ്തിരുന്ന കേസിലെ ഒന്നാം സാക്ഷി ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് കോടതി ആദ്യ ദിവസം വിസ്തരിച്ചത്. 131 സാക്ഷികളുള്ള കേസിലെ 50 സാക്ഷികളുടെ വിസ്താരമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. മീഡിയ 1 കൊല്ലം.